സ്തോത്രം. കഴിഞ്ഞ 32 വർഷക്കാലം ഈ അമേരിക്കയുടെ ദേശത്ത് വന്ന് ജീവിക്കാൻ കർത്താവ് അടിയനെ സഹായിച്ചു. ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ കൊണ്ടുപോയി സെപ്റ്റംബർ 5, 1985, അതായത് ഈ ദിവസം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വരാൻ സാധിച്ചു. അന്ന് തൊട്ട് ഇന്നുവരെ കർത്താവ് അടിയങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുവാനും അവസരം ഒരുക്കി തന്നു. അതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും കാരണങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ ഏറി വന്ന സമയങ്ങളുണ്ട്. അവിടെയൊക്കെ അടിയങ്ങൾ പലപ്പോഴും പതറിപ്പോയിട്ടുണ്ട്. വരാമായിരിക്കുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ അടിയങ്ങളെ വിടുവിച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ പറ്റാത്തത് പറയുന്ന പല അവസ്ഥകളിൽ കൂടെയൊക്കെ അടിയങ്ങൾ കടന്നുപോയി. മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ മാറിപ്പോയിടത്ത് കർത്താവ് അടിയങ്ങളെ അവിടെയൊക്കെ വീണുപോയിടത്ത് കർത്താവ് കൈക്ക് പിടിച്ച് അടിയങ്ങളെ നടത്തി. അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ അടിയങ്ങളുടെ ജീവിതത്തിൽ പുറമോട്ട് നോക്കുമ്പോൾ കർത്താവ് ഒത്തിരി നന്മകൾ അടിയങ്ങൾക്ക് നൽകി അടിയങ്ങളെ മുമ്പോട്ട് നടത്തി. അടിയങ്ങൾ ഇതിനൊന്നും അർഹതയുള്ളവരല്ല എന്ന് അവിടുത്തെ തിരുസന്നിധിയെ സമർപ്പിക്കുന്നു. കർത്താവ് ഇത്രത്തോളം അടിയങ്ങൾ അടിയങ്ങളുടെ സ്തുതി. യെശയ്യാവ് 41:10 ഇങ്ങനെ പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന, ഞാൻ നിന്നെ ബലപ്പെടുത്തും. ആ കർത്താവിൻ്റെ ശബ്ദം കേട്ട് മുമ്പോട്ട് ജീവിക്കാൻ അടിയൻ്റെ കുടുംബത്തെ മുമ്പോട്ട് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് ദാനമായിട്ട് 2 കുഞ്ഞുങ്ങളെ തന്നു. 2 പേരും കോളേജിൽ പഠിക്കുന്നു. ഇത്രത്തോളം കർത്താവ് നടത്തി. കൂടുതലായിട്ട് അടിയങ്ങൾക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. 25 വർഷം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. വളരെ പെട്ടെന്ന് പലവിധ സാഹചര്യങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും കർത്താവ് അവിടെ എല്ലാം ഞങ്ങളെ വഴി നടത്തി. അതിനായി ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് പ്രധാനമായിട്ട് 2 കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നു. അവരുടെ പഠനമൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്ന് പോകുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന വഴിയെടുത്തിയ സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ സാക്ഷ്യം